നിർമ്മിച്ചതാണ്, കടഞ്ഞെടുത്തതാണ്. സുഹൃത്തുക്കളെ, ഇത് ഒറ്റ തടിയാണ് കേട്ടോ. ഇതേപോലെ ചെറിയ ചെറിയ വിളക്കുകളും ഉണ്ട് ഇവിടെ. പ്ലാവാണ്, പ്ലാവിൻ്റെയാണ്, ഒറ്റത്തടിയിൽ നിർമ്മിച്ചതാണിത്. നിർമ്മിച്ചതാണ്, ഒരു തടിയാണ്. അടിപൊളി, വാക്കുകളില്ല കേട്ടോ. ഇത് വന്നിട്ട് നമ്മൾ മേടിക്കുന്നതാണ്. ഇതിനകത്തിൽ ഇത് നമ്മൾ തെങ്ങിൻ തടിയാണ്. ഇതിൻ്റെ ഉള്ളെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ പോളിഷ് ചെയ്തിട്ട് തെങ്ങിൻ തടി ഇത് ബാക്കി ഇത് മേടിച്ച് വെച്ചേക്കുന്നതാണ്. ഇത് കൂടുതൽ എങ്ങനെയുള്ള ആളുകൾക്കാണ് പ്രയോജനം ചെയ്യുന്നത്? വീട്ടിലേക്ക് ഷോക്കേസിൽ വെക്കാനും, അതായത് അരമതിലൊക്കെ വെക്കാൻ വേണ്ടിയാണ് ആൾക്കാർ മേടിക്കുന്നത്. ഇതിനകത്ത് കല്ല് മേടിക്കുന്നതാണ്, മേടിച്ച് നമ്മൾ ഒട്ടിക്കുന്നതാണ്. അതെ, ഇതിനകത്തിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. നല്ല ബലവൊത്ത തെങ്ങിൻ തടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുമ്പ് തോക്കുന്ന ബലമാണ് കേട്ടോ. ഒരിക്കലും കേടുപറ്റാത്ത സാധനങ്ങളാണ്. ഇത് മഹാഗണിയാണ് തടി. ഇത് ടീപ്പോയാണ് എന്നാണ്, ഒറ്റ തടിയിൽ ചെയ്തേക്കുന്നതാണ്. അതെ, ഇത് മൊത്തം ഹാൻഡ് വർക്കാണ്. ഇത് നമ്മുടെ ഒരു ഫ്ലവർ പോട്ടാണ്. ഇതും കൈകൊണ്ട് തന്നെ ചെയ്തതാണ്. ഇതേ കണ്ടില്ലേ, ഇതകത്തോട്ട് അങ്ങ് ഉണ്ടല്ലേ. ഇത് വല്ല ഫ്ലവർ പോട്ട്, ഫ്ലവർ ഇടാനോ ഇതുപോലെ മയിൽപ്പീലി എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി. തീർന്നില്ല കേട്ടോ എൻ്റെ പൊന്നോ, വിസ്മയങ്ങൾ കിടക്കുന്നേ ഉള്ളേ. വെണ്ണക്കണ്ണനാണ്, ചിപ്പിയിലിരിക്കുന്ന വെണ്ണക്കണ്ണനാണ്. ഇത് തേക്കാണ്. ഇതും ഫുൾ കൈകൊണ്ടുണ്ടാക്കിയത്. മഞ്ചാടി നിറച്ചൊക്കെയാണ്. മഞ്ചാടിയും കല്ലും നമ്മൾ സൈഡിൽ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മയിൽപ്പീലി ഓടക്കുഴൽ മഞ്ചാടിക്കതിൽ ഭയങ്കര ഭംഗിയായിട്ടുണ്ട് കേട്ടോ. അടുത്ത ഇതിൻ്റെ മണ്ടയ്ക്കിരിക്കുന്ന കൃഷ്ണനാണ്, അതായത് മഞ്ചാടിക്കതിൽ വെണ്ണക്കണ്ണൻ. അതെ, ഇത് പ്ലാവിൻ്റെ തടിയാണ്. അടുത്തൊരു മാസ്റ്റർ ഐറ്റം ആണല്ലേ, ചുണ്ടൻ വള്ളം. 2 ചുണ്ടൻ വള്ളം അപ്പുറം ഇപ്പുറം ഉണ്ട്. ചുണ്ടൻ വള്ളത്തിൻ്റെ ഒരു മോഡലായിട്ട് ഉണ്ടാക്കി. മനോഹരം. ഇതും തെങ്ങിൻ തടിയാണ് മൊത്തം. കണ്ടിട്ട് എൻ്റെ ആ ഒരു കൗതുകം അങ്ങോട്ട് തീരുന്നില്ല. ഇത് എങ്ങനെയാണ് ചേട്ടാ ഇതിങ്ങനെ ഉണ്ടാക്കി? ഇവിടം വരെ ജോയിൻ്റ് ഒന്നും ഇല്ലാതെ ഒറ്റ തടിയാണ്. പിന്നെ ബാക്കിയുള്ളത് ചെറിയ തടി ജോയിൻ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് കടഞ്ഞാണ്, ഇത് കൈകൊണ്ട് തന്നെ നിർമ്മിച്ചതാണ്. ഇത് പിന്നെ നമ്മുടെ അടുത്തൊരു പയ്യൻ ഉണ്ടാക്കിയതാണ്. ഇത് നാളികേരമാണ്. നാളികേരമാണ്. ഇതിനകത്തിൽ വെള്ളമുണ്ട്, എല്ലാം ഉണ്ട്. അടിപൊളി. തേക്കിൻ തടിയിൽ നിർമ്മിച്ച ചിപ്പിയാണ്. ചിപ്പിക്കകത്തിൽ ഗണേശ ഭഗവാൻ. അത് ഗണേശ് ശിവപൂജ ചെയ്യുന്നതാണ്. ക്യാമറയൊക്കെ കാണുന്നവരല്ലേ, ഓരോന്നും അടുത്തിനകത്ത് വന്ന് ഇങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോഴേ അതിൻ്റെ ഒരു സൗന്ദര്യം മനസ്സിലായി. അടുത്തായിട്ട് നമ്മുടെ മെയിൻ ഐറ്റമായിട്ടുള്ള പറയാണ്. ഇത് പറയാണ്. ഇങ്ങനത്തെ പല തടികൾ കൊണ്ടുള്ള പല ഡിസൈനിലുള്ള പറകൾ, പിച്ചള ഡിസൈൻ ഇട്ടതും അല്ലാത്തതായിട്ട് ഒരുപാടാകത്തുണ്ട് സുഹൃത്തുക്കളെ. നമ്മൾ കടഞ്ഞെടുക്കുന്നതാണ്. കടഞ്ഞെടുത്തിട്ട് അകത്ത് നമ്മൾ കൈകൊണ്ട് ഇതിൻ്റെ കംപ്ലീറ്റ് സാധനം എടുക്കുക. ഫ്ലവർ പോട്ടാണ്. ഇത് തെങ്ങിൻ തടിയാണ്. ഇത് കൈകൊണ്ട് ചെയ്തേക്കുന്നതാണ് മൊത്തം. ഇത് നമ്മുടെ അക്വേഷ്യയിൽ നിർമ്മിച്ചതാണ്.